اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധികൽപ്പനകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി രഹസ്യ പരസ്യ മേഖലകളിലുമെല്ലാം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഭരിക്കേണ്ടുന്ന, നമ്മെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു മഹത് സ്വഭാവത്തെപ്പറ്റി വിശാലമായ ആശയങ്ങളോടെ പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാം. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഖുതുബയിൽ ഏതാനും ചില ഗൗരവമേറിയ കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഇതിൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഹൃദയത്തിലുണ്ടായാൽ മാത്രം പോരാ, അത് നമ്മുടെ നാവിലും മറ്റു അവയവങ്ങളിലും സദാസമയം പ്രതിഫലിക്കേണ്ടുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരമാണത്. ഹുസ്നുൽ ളന്ന ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള സദ്വിചാരം, അള്ളാഹുവിനെ കുറിച്ചുകൊണ്ടുള്ള നല്ല വിചാരം എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഖൽബിൻ്റെ അമലാണ്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഇത് നമ്മെ ഭരിക്കണം എന്നൊക്കെയാണ്
പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നമുക്ക് കാണാം, ഇന്നൽ മുഅ്മിൻ അഹ്സനുൽ ളന്ന ബില്ലാഹി ഫഅഹ്സന അമലുഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായൊരു വിശ്വാസി അള്ളാഹുവിനോടുള്ള ചിന്തകൾ അതെപ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അവൻ്റെ കർമ്മങ്ങളും നന്നാക്കിയവനാകുന്ന വിശ്വാസം. ഇന്നൽ മുനാഫിഖ അസാഉ ളന്ന ബില്ലാഹി ഫഅസാ അമലുഹു എന്നാണ്. ഒരു മുനാഫിഖായ ഒരു കപട വിശ്വാസി അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും അവന് മോശമാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്നവനാണ് മുസ്ലിം പേരുള്ള കപട വിശ്വാസി. അതുകൊണ്ട് തന്നെ അവൻ്റെ കർമ്മങ്ങളും അവൻ പാഴാക്കിക്കളഞ്ഞു എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ഒരു വാക്കിൽ തന്നെ ശ്രദ്ധേയമായൊരു പ്രയോഗം ഇങ്ങനെയാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം എപ്പോഴൊക്കെ ഒരു വിശ്വാസിയുടെ കൂടെയുണ്ടോ അപ്പോഴെല്ലാം അവൻ്റെ കർമ്മങ്ങൾ നന്നാകുമെന്നാണ്, അവൻ്റെ കർമ്മങ്ങൾക്ക് തിളക്കം കൂടുമെന്നാണ്. ഇതൊരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം, നല്ല പ്രതീക്ഷ മനസ്സിലെപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. അതുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവന് നൽകുന്നതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുക. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് റബ്ബിൻ്റെ മഅയ്യത്ത് നമുക്ക് ലഭ്യമാകും, അതോടൊപ്പം തന്നെ അവൻ്റെ ഇനായത്ത് നമുക്ക് ലഭ്യമാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഒരു വിശ്വാസിക്ക് നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് മഅയ്യത്തും ഇനായത്തും എന്ന് പറയുന്നത്. എന്താണ് ഈ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ? പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഒരു സഹായിയായി, ഒരു വലിയ പ്രതീക്ഷയായി ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അവൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. വിശ്വാസിയുടെ കൂടെ എപ്പോഴും അള്ളാഹു പ്രത്യേകമായ സംരക്ഷണത്തോടു കൂടി ഉണ്ടാവും. അതാണ് മഅയ്യത്ത്. എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം നമുക്ക് വേണം. പിന്നീട് പറഞ്ഞത് ഇനായത്താണ്. ഇനായത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരമുണ്ടായാൽ അള്ളാഹുവിൻ്റെ പരിഗണന, അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു പരിഗണന ആ വ്യക്തിക്കുണ്ടാവുമെന്നാണ്. അപ്പോൾ മഅയ്യത്തും ഇനായത്തുമാണ് റബ്ബിനെക്കുറിച്ചുള്ള നല്ല വിചാരം വെച്ച് പുലർത്തുന്ന ആളുകൾ അവർക്ക് അള്ളാഹു നൽകുന്നത്. ഇത് ഒരു വിശ്വാസിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമല്ല. അതിനുപരിയിലുള്ള റബ്ബ് തുണക്കുക തന്നെ വേണം. അള്ളാഹു നമുക്ക് ആ അവസരത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതെപ്പോഴാണ് നമ്മളിൽ ഉണ്ടാവുക? എപ്പോഴാണ് ഉണ്ടാവുക? അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം നന്നാക്കുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖുദ്സിയ ഹദീസിൽ, അന ഇൻദല്ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണോ അവിടെയാണ് ഞാൻ ഉള്ളതെന്ന്. എന്നെക്കുറിച്ച് നല്ല വിചാരമാണോ ഒരടിമക്കുള്ളത്, അതിൻ്റെ കൂടെ റബ്ബുണ്ട്. ഒരടിമക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ എന്തോ അതിൻ്റെ കൂടെയാണ്. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുകയാണോ ഞാൻ അവൻ്റെ കൂടെയുണ്ട് എന്ന് പ്രപഞ്ചങ്ങളുടെ തമ്പുരാൻ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. ഇതിന് വലിയ ഉദാഹരണമാണ് പ്രവാചകന്മാരുടെ ജീവിതം. പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന വലിയൊരു പ്രയാസമാണ് ഫിർഔനിൽ നിന്നുള്ള പീഡനങ്ങൾ. ആ ധിക്കാരിയായ ഭരണാധികാരിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്ന സമയത്ത് ആർത്തിരമ്പുന്ന കടലിൻ്റെ മുന്നിൽ ചെന്ന് അദ്ദേഹം കുടുങ്ങിപ്പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 6 ലക്ഷം ബനു ഇസ്രായേലരും കുടുങ്ങിപ്പോയി. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ അത് സംബന്ധിച്ച് പറയുന്നത് ഫഅത്ബഊഹും മുശ്രിഖീൻ എന്നാണ്. ഫഅത്ബഊഹും മുശ്രിഖീൻ, ഫിർഔനും സൈന്യവും ഉദയവേളയിലായിക്കൊണ്ട് അവരെ
പിന്നിൽ കൂടി എന്നാണ്. ഉദയത്തിൻ്റെ സമയത്ത്, പ്രഭാത സമയത്ത് അവരുടെ കൂടെ വന്നു എന്നാണ്. ഫലമ്മ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസ. അങ്ങനെ രണ്ട് സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, ബനു ഇസ്രായേലരും ഫിറൗന്റെ സംഘവും കണ്ടുമുട്ടിയപ്പോൾ, രക്ഷപ്പെടാനുള്ള ഏക വഴിയായ ചെങ്കടലും മുമ്പിൽ വന്ന് പെട്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാല മുദറകൂൻ. ഒരു മനുഷ്യൻ കുടുങ്ങുമ്പോൾ പറയുന്ന വാക്കാണത്. തീർച്ചയായും നമ്മൾ പിടിക്കപ്പെട്ടു, കുടുങ്ങി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന അവരുടെ നേതാവ്, ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു, ഖാല കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. അത് ഏറെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ്. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. ഇന്ന മഇയ റബ്ബി, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് മാർഗദർശനം കാട്ടിത്തരുമെന്നാണ് പറഞ്ഞത്. അവിടെയുള്ള മാർഗദർശനം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാമക്ക് ആ വലിയ പ്രതിസന്ധിയുടെ മുൾമുനയിലും റബ്ബിനെ കുറിച്ചുള്ള വിചാരമാണ്, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരമാണത്. മൂസാ നബിക്ക് ഞാൻ വഴി കാണിച്ചു കൊടുക്കുമെന്നുള്ളത് അള്ളാഹ് വഹി കൊടുത്തിട്ടൊന്നുമില്ല അവിടെ. പക്ഷെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെയുള്ള ആളുകളും മൂസാ നബിയെ കൈവിട്ടപ്പോൾ മൂസാ നബി പറഞ്ഞ വാക്കണ്ട, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നാണ്. അതാണ് സദ്വിചാരം, അതാണ് ഹുസ്നുൽ ളൻ ബില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം എന്ന് പറഞ്ഞാൽ അതാണ്. സമുദ്രജലം അവർക്ക് വേണ്ടി അള്ളാഹ് മാറ്റിക്കൊടുത്തു, അതല്ലേ ഉണ്ടായത്. അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടായാൽ ഇയാനത്തും അതുപോലെ തന്നെ മഈയത്തും അള്ളാഹു നൽകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത്. അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള സദ്വിചാരം ഉണ്ടായപ്പോൾ ഫഔഹൈനാ ഇലാ മൂസ, മൂസാ നബിക്ക് നാം വഹി നൽകി. എന്താണ് വഹി? അനളരിബി അസ്വാക്കൽ ബഹർ, മൂസാ നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് നിങ്ങൾ സമുദ്രത്തിലൊന്ന് അടിക്കുക. ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അലീം. മൂസാ നബി അല്ലാഹ് പറഞ്ഞതുപോലെ ചെയ്തു, ആ വെള്ളത്തിൽ അടിച്ചു. അപ്പോൾ അതാ പർവ്വത സമാനം ആ വെള്ളം രണ്ട് ഭാഗത്തേക്കും മാറി നിൽക്കുകയാണ്. ഇത് റബ്ബിനെ കുറിച്ചുള്ളൊരു സദ്വിചാരമുള്ളൊരു അടിമക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കുന്ന വഴികളാണ്. ഭൗതികപരമായ എല്ലാ സംവിധാനങ്ങളും അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് ഒരു വിശ്വാസിക്ക് പ്രതീക്ഷയുടെ കവാടങ്ങളായി റബ്ബ് കടന്നു വരും. എന്തു വേണം? റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം നമുക്ക് വേണം. ഇത് തന്നെയായിരുന്നു നമ്മൾ കണ്ടതെവിടെ? സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞെന്താ? നബിയെ, എനിക്ക് പേടിയാകുന്നു എന്നാണ്, ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ആരെക്കുറിച്ച്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെക്കുറിച്ചല്ല. പിന്നെയോ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേടി. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? മാ ലന്നക യാ അബൂബക്കർ, അബൂബക്കർ താങ്കൾ എന്താണ് ധരിച്ചു വെച്ചിട്ടുള്ളത്? നമ്മൾ രണ്ടു പേർക്കും പുറമേ റബ്ബ് നമ്മളെ കാണുന്നവനായി കേൾക്കുന്നവനായി നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഒരു വലിയ റബ്ബിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ എന്തുണ്ടായി? ശത്രുക്കൾക്ക് അവരെ ഒരു നോട്ടം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓലെ കൈകളിൽ നിന്ന് കുതിർ രക്ഷപ്പെടുകയല്ല, ശത്രുക്കൾക്ക് അവരെ നോട്ടം കൊണ്ടുപോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാ. അവരുടെ മനസ്സ് ഒന്ന് താഴ്ന്നു നോക്കിയാൽ ആ സൗർ ഗുഹയുടെ ഉള്ളിൽ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാമായിരുന്നു. പക്ഷെ അതിനു പോലുമുള്ള മനസ്സ് ആ ശത്രുക്കൾക്ക് അല്ലാഹ് കൊടുത്തില്ല. എൻ്റെ കാരണം റബ്ബിനെ കുറിച്ച് ആ പ്രതിസന്ധി സമയത്ത് മുത്തുനബിയുടെ വിചാരം എന്താ? എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസിക്ക് നൽകുന്ന പ്രതീക്ഷയും സന്തോഷവും സമാധാനവും നിർഭയത്വവും അത് വളരെ വലുതാണ്. ഒരു കാലത്ത് മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? 2 മിനിറ്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നത്തെ മക്കയല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ബാക്കോട്ട് പോയാൽ ഒരു മക്കയുണ്ട്. ആ മക്കയിലാണ് ഹാജറയെയും മകൻ ഇസ്മായിലിനെയും, മകൻ ഇസ്മായിൽ എന്ന് പറയുമ്പോൾ ചോരപ്പൈതലാണ്, ആ ചോരപ്പൈതലിനെയും അന്നത്തെ മക്കയിൽ ഇബ്രാഹിം നബി ഇറാഖ് എന്ന് പറയുന്ന നാട്ടിലെ ഊർപട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നാക്കുന്നത്. ഷാം വഴിയാണ് അവർ വന്നത് എന്നാണ്. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഒന്നു മാത്രം. അതായത് എന്തൊക്കെയോ ചില സൃഷ്ടിവർഗങ്ങളുടെ ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒറ്റ അടയാളം അതെന്തായിരുന്നു? ഒരു മൺകൂനയായിരുന്നു. എന്താണ് ആ മൺകൂന? അത് മറ്റൊന്നുമല്ല, അത് കഅബയായിരുന്നു. മലക്കുകളാൽ നിർമ്മിക്കപ്പെട്ട കഅബയായിരുന്നു. ആ കഅബ ഇന്നത്തെ പോലെ അന്നവിടെ ഇല്ല.
പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട 3 വഴികൾ മാത്രമാണ് മക്കയിൽ നിന്ന് പുറത്തു കടക്കാൻ. ഇന്നും അന്ന് കാലത്തും അങ്ങനെ തന്നെ. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നാട്ടിൽ, മരുപ്പൂ പറമ്പിൽ, എത്രത്തോളം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, പക്ഷികൾ പോലും ആകാശത്തിലൂടെ ആ വഴിക്ക് പോകാൻ സാധ്യതയില്ലാത്ത ഇടം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി നൽകിയ കാരക്കയും തുകൽ പാത്രത്തിൽ കൊടുത്ത കുറച്ച് വെള്ളവുമല്ലാതെ സസ്യലതാദികളില്ല, ജീവികളില്ല. അതിൻ്റെ ഒരു കഠിനത അറിയിക്കുകയാണത്. അവിടെയാണ് ഇബ്രാഹിം നബി ആ 2 പേരെയും കൊണ്ടുപോയി ആക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ റബ്ബേ, എൻ്റെ സന്തതികളിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും ഒരിക്കലും ഒരു കൃഷി വിഭവങ്ങളൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞാനിതാ അവരെ വിട്ടേച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുമ്പോൾ പിറകിൽ വന്ന് ഭാര്യ ഹാജറ വിളിക്കുന്നുണ്ട്, ഇബ്രാഹിം ഇബ്രാഹിം എന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ട് എന്നാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരൊറ്റ ചോദ്യത്തിന് മാത്രം തിരിഞ്ഞു നോക്കി എന്നാണ്. എന്തായിരുന്നു ഹാജറയുടെ ചോദ്യം? ഹാജറയുടെ ചോദ്യം എന്താണ്? അല്ലാഹു അല്ലാഹ് അമറക ബിഹദാ, അല്ലാഹ് അമറക ബിഹദാ, ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണോ, അല്ലാഹുവിൻ്റെ വഹിയാണോ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് നഅം എന്നാണ്. അതെ, അതിന് മാത്രമാണ് മറുപടി കൊടുത്തത്. ആ 2 വാക്ക് മറുപടി കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഹാജറ പറഞ്ഞ വാക്ക്, നല്ലൊരു ഭാര്യയാണ്, ദീനുള്ള ഭാര്യയാണ്, റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയുള്ള ഭാര്യയാണ്, ഒരു നല്ല ഫാമിലിക്ക് അവരിൽ മാതൃകയുണ്ട്, നല്ലൊരു മകൻ അവിടെയുണ്ട്, നല്ലൊരു ഭാര്യ അവിടെയുണ്ട്, നല്ലൊരു ഭർത്താവ് അവിടെയുണ്ട്, ദീനുള്ളൊരു കുടുംബമാണവർ. ആ ഭാര്യ പറഞ്ഞ വാക്കെന്താ? അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ പാഴാക്കി കളയില്ല, ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്നാ പറഞ്ഞത്. എന്തുണ്ടായത്? ഇതിനോട് തൃപ്തിപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഹാജറ ബീവിക്ക് അള്ളാഹു കൊടുത്ത വലിയ പരിഗണനയാണ് ഇന്നും നമ്മളൊക്കെ അനുഭവിക്കുന്ന സംസം, ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ആ മഹാത്ഭുതമാകുന്ന സംസം. അതാണ് അള്ളാഹു കൊടുക്കുന്ന ഇനായ, അതാണ് അള്ളാഹു കൊടുക്കുന്ന പരിഗണന. എന്താണ് ഇവിടെ ഉണ്ടായത്? ആ കൊടും പരീക്ഷണത്തിൻ്റെ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ വശംവതയായപ്പോൾ അള്ളാഹു കൊടുത്ത ഇനായത്ത്, പരിഗണന. ഇത് നമ്മളെടുത്തുണ്ടോ? നമ്മൾ ആലോചിക്കണം. പള്ളിയിൽ വരുന്നവരാണ് നമ്മൾ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നന്മ ചെയ്യുന്നവരാണ് നമ്മൾ, അത്ര തന്നെ തിന്മ ചെയ്യുന്നവരുമാണ് പല ആളുകളും, അധർമ്മങ്ങളിൽ മുഴുകുന്നവരാണ്. ഈ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമോ? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബിലാലിൻ്റെ കഥ പറഞ്ഞ്, ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞ്, നേരത്തെ പറഞ്ഞ സൗറുമലയിൽ നടന്ന അത്ഭുതകരമായ കഥ പറഞ്ഞ് ഇരുന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഈ സഹായവും ഇനായത്തും ലഭ്യമാകുമോ? ജീവിതത്തിൽ എന്ത് വേണം? അള്ളാഹിനെക്കുറിച്ചുള്ള സദ്വിചാരം വേണം. ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്ക് കേൾപ്പിച്ചില്ലേ? ആ സദ്വിചാരം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ്റെ ജീവിതത്തിലുടനീളം അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണപ്പെടണം. കൈകൊണ്ട് നന്മകൾ ഉണ്ടാകണം, കണ്ണുകൊണ്ട് നന്മകൾ കാണണം, ചെവി കൊണ്ട് നല്ലത് കേൾക്കണം, ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കണം, കാലുകൾ കൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ നടക്കണം, ശരീരം റബ്ബിന് നൽകണം. ഇങ്ങനെ ആകുമ്പോഴാണ് റബ്ബിനെക്കുറിച്ചുള്ള സദ്വിചാരം നമ്മളിൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വഅന മഅഹു ഇദാ ദക്കറനി. എന്നെക്കുറിച്ച് അവൻ എന്താണോ വിചാരിക്കുന്നത് എങ്കിൽ ആ നല്ലത് വിചാരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. സുബ്ഹാനല്ലാഹ്, ഒരാളെ അവൻ്റെ ഹൃദയത്തിൽ എന്നെ ഓർത്താൽ, അല്ലാഹ് പറയാൻ, ഒരാൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്നെ ഓർത്താൽ, ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനെ ഓർത്താൽ, ദക്കർതുഹു ഫീ നഫ്സിഹി, അള്ളാഹുവിൻ്റെ മനസ്സിൽ അള്ളാഹു അവനെ ഓർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്തായി പറയണത്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഓർത്താൽ പ്രപഞ്ചങ്ങളുടെ തമ്പുരാൻ നമ്മളെ ഓർക്കുന്ന പറയണത്. കണ്ടോ? ഈ ഹദീസിനെ വെച്ചുകൊണ്ടാ പണ്ഡിതന്മാർ പറയണത് അള്ളാഹുവിന് നഫ്സുണ്ട് എന്ന വിശേഷണത്തെ സ്ഥിരപ്പെടുത്തുന്ന ഹദീസ് കൂടിയാകുന്നു ഇത്. റബ്ബ് പറഞ്ഞെന്താ? എൻ്റെ നഫ്സ് കൊണ്ട് ഞാൻ അവനെ ഓർക്കും. അപ്പം അള്ളാഹു നഫ്സുണ്ട് എന്നുള്ള വിശേഷണം കൂടി തീർന്നില്ല. വഇൻ ദക്കറനി ഫീ മലയിൻ, കുറേ ആളുകളെ കൂട്ടത്തിൽ വെച്ച് അവൻ എന്നെ ഓർത്താൽ,
ദക്കർതഹു ഫി മലഇൻ ഖൈറിൻ മിൻഹു, അതിനേക്കാൾ നല്ല ആൾക്കൂട്ടം കൂടുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ അവനെ ഓർക്കും. അതായത് മഹ്ശറിൽ വെച്ച് ഞാൻ അവനെ പരിഗണിക്കും. അല്ലാഹ് പറയാൻ, വഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ, എന്നിലേക്കൊരു ചാണെടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ നിങ്ങളിലേക്കൊരു മുഴമെടുക്കും. അതുപോലെ തന്നെ വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ, നിങ്ങൾ എന്നിലേക്കൊരു മുഴമാണ് എടുക്കുന്നതെങ്കിൽ തഖറബ ഇലൈഹി ബാഅൻ, അവനിലേക്ക് ഞാൻ ഒരു മാറെടുക്കും. വഇൻ അതാനി യംശി, നിങ്ങൾ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ അതൈതുഹു ഹർവല, ഞാൻ നിങ്ങളിലേക്ക് ധൃതിപ്പെട്ട് ചെല്ലും, ധൃതിപ്പെട്ട് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലാഹു നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ? അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ദുർബലനായ ഒരു ജീവിയാണ് നമ്മൾ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തു നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ അധികാരമുള്ളവനാ. ആ റബ്ബ് പറയാണ്, നിങ്ങൾ എന്നെ പരിഗണിച്ചാൽ ഞാൻ നിങ്ങളെ പരിഗണിക്കും. അതാണ് റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം. റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം. ഇതിനെല്ലാം വിപരീതമായി ജീവിക്കുന്ന ആളുകളാണ് ആര്? കപടന്മാർ. മുസ്ലിം പേര് സ്വീകരിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ വൃത്തികേടുകളും അനാവശ്യങ്ങളും അധർമ്മങ്ങളും മാത്രം കൊണ്ടു നടന്ന് തിന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അതിലേക്ക് വഴുതി വീഴ് ജീവിക്കുന്ന ചളിപുരണ്ട ഹൃദയത്തിൻ്റെ ഉടമകളാകുന്ന കപടന്മാർ. അവർ പറയുമത്രേ, എത്രയെത്ര നാളായി ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു എൻ്റെ ഒരു പ്രയാസം ദൂരീകരിക്കാൻ, എന്തേ ഇപ്പോഴും അത് കിട്ടാത്തത്? ഓൻ പറയും, റബ്ബിനെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. കുറേ കാലമായി ഞാൻ ആ പ്രതിസന്ധി, വർഷങ്ങളായി എൻ്റെ കൂടെ കൂടാതെ നിലനിൽക്കാൻ, സാമ്പത്തിക കെടുതിയായി, ഊരവേദനയായി, മുട്ടുവേദനയായി, കുടുംബ പ്രശ്നങ്ങളായി, ബിസിനസിൻ്റെ തകർച്ചയായി, എൻ്റെ കൂടെ കാലങ്ങളായി, എത്ര വട്ടായി സുജൂദുകളിലായി, യാത്രകളിലായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലായി, തഹജ്ജുദുകളിലായി ഞാൻ തേടുന്നു, എനിക്ക് ഉത്തരം കിട്ടണില്ല. ഓൻ ചിന്തിക്കുകയും ചെയ്യും, ഓൻ റബ്ബിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താ? റബ്ബെന്താ തരാത്തതെന്ന് അവൻ്റെ കംപ്ലൈൻറ്റ്. എത്രമാത്രം എന്ന് ചോദിച്ചാൽ, ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടിയത്? കുറേ പ്രാരാബ്ദങ്ങളല്ലാതെ. ഞാൻ പരമാവധി എൻ്റെ ബോഡി കൊണ്ട് റബ്ബിന് വേണ്ടി വിയർപ്പൊലിപ്പിക്കുന്നു, എന്ത് കിട്ടി എനിക്ക്? അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, നഷ്ടങ്ങൾ മാത്രമാണല്ലോ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത്. അല്ലാഹു നൽകിയ ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. ഇങ്ങനെ ചില ആൾക്കാർ നിരീശ്വരവാദങ്ങളിലേക്ക് എത്തിപ്പെടുക. അങ്ങനൊക്കെ ഞാൻ ജീവിച്ചിട്ടും അവിടെ എനിക്കത് കിട്ടിയാലോ അത് പറ്റിയാലോ എന്നാ ഒരു എന്താ പറയുക, എന്താ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടേനും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അല്ലേ, സുവിശേഷങ്ങളിൽ അവർക്ക് യാതൊരു സന്തോഷം ഉണ്ടാവില്ല. എന്ത് പ്രയാസങ്ങൾ വന്നാലും നീ ക്ഷമിച്ചോ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ സുന്നത്ത് എന്ന് പറയണത്, എൻ്റെ നടപടി എന്ന് പറയണത് ഇതിൻ്റെ അപ്പുറത്ത് എളുപ്പമുണ്ടാവും എന്നുള്ളതാ. അവൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത ഉണ്ടാവും, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാവും. അത് ദുനിയാവിൻ്റെ രീതിയാണ്. പക്ഷെ ഇത് ആർക്കുണ്ടാവില്ല ഈ വിചാരം? മുനാഫിക്കുകൾക്ക് ഉണ്ടാവില്ല, കപടന്മാർക്ക് ഉണ്ടാവില്ല. ഇവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, അല്ലാഹീന ബില്ലാഹ് ശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫതഹിലെ 6-ാമത്തെ ആയത്താണ്. നമ്മൾ ഏത് കൂട്ടത്തിലുള്ളത് നല്ലോണം ആലോചിക്കണം അല്ലേ. ഓരോ ദിവസം കഴിയുമ്പോഴും മുനാഫിക്കുകളുടെ ലിസ്റ്റ് ഇങ്ങനെ ഇറങ്ങും മദീനത്ത് വഹിയായിട്ട്. സഹാബികൾ ചെന്ന് ചോദിക്കും, വഹിയത്ത് കുത്താബുൽ വഹിങ്ങളോട് ചോദിക്കും. ഉമർ റളിയല്ലാഹു ചോദിച്ചിരുന്നു, എന്ത്, ഇന്നലെ ഇറങ്ങിയ മുനാഫിക്കിൻ്റെ ലിസ്റ്റിൽ ഉമറിൻ്റെ പേരുണ്ടോ എന്ന്. കണ്ടോ, അത്രത്തോളം നിഫാക്കിനവർ ഭയപ്പെടാൻ. ആരെയും മുനാഫിക്കാക്കാനോ നിഫാക്കാക്കാനോ അല്ല പറയണത്, നമ്മളതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താ പോലെ സ്വഭാവം? അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണ കൊണ്ട് നടക്കുന്നവർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണ കൊണ്ട് നടക്കുന്നവരാണ് കപട വിശ്വാസികളും മുനാഫിഖാത്തുകളും. വിശ്വാസിനികളും എന്ന് പറയണം, കപട വിശ്വാസിനികളും. അവരുടെ യഥാർത്ഥ തനിനിറം കണ്ട സമയമായിരുന്നു ഉഹദ് യുദ്ധം. അത് വിശദീകരിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഒരു വലിയ ആയത്ത് ഓതിയത് അത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാ. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാ. ഉഹദ് യുദ്ധം നടന്ന സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞെന്താ, ثم انزل عليكم من بعد العم امنه نعاسا. അർത്ഥം ഒന്ന് കേട്ടോ, നിങ്ങൾ തരിച്ചു പോകും. നമ്മൾ ഇടക്കൊക്കെ തോന്നിപ്പോവും നമ്മളിതിലാണോ എന്താണ് ഈ പറയുന്നത്. ഒരു ദുഃഖത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തിന്റെ നിദ്രാമയക്കം നൽകി. ഉഹദിൽ വിശ്വാസികൾ ഉറങ്ങിയെന്നാണ് ഈ പറയുന്നത്. ഉറങ്ങിയണ്ടല്ല തോറ്റത്, ഉറങ്ങിയണ്ടല്ല തോറ്റത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷമത്തിന് ശേഷം, ഒരു ദുഃഖത്തിന് ശേഷം ഒരു മയക്കം നൽകി.
വിശ്വാസികൾക്ക് വലിയ വീഴ്ചയാണ് ഉഹദിലുണ്ടായത്. 70ഓളം സഹാബികൾ കൊല്ലപ്പെട്ടപ്പോൾ 69 പേരുടെ ശരീരം ചിത്രവധം ചെയ്യപ്പെട്ടു. ഹല്ലലയുടെ ശരീരം ഒഴികെ. ചിത്രവധം എന്ന് പറഞ്ഞാൽ ശരീരത്തെ വികൃതമാക്കല. ഹല്ലലയുടെ ശരീരം ആക്കിയില്ല. അതിന് കാരണങ്ങൾ പറയാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. ഇത്ര വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടി, അവിടെ തലക്ക് വെട്ടിട്ടി, അവിടുത്തെ മുഖത്ത് പടത്തൊപ്പിയുടെ ആണി കയറി, ശത്രുക്കളെ കുഴിച്ച കുഴിയിൽ വീണു. അതിനേക്കാൾ വലിയ മുറിവ് മനസ്സിലുണ്ടായി. അന്നത്തെ ളുഹർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഇരുന്നു കൊണ്ടാണ് അന്നത്തെ ളുഹർ നിസ്കരിച്ചത്. അറിയോ, ആ വിശ്വാസികൾക്ക് അല്ലാഹു പോയ ആൾക്കാർ പലരും തിരിച്ചില്ല. എൻ്റെ എളാപ്പാനെ കൊന്നതാരാണോ എനിക്കവനെ കിട്ടണമെന്ന് പറഞ്ഞ് റസൂലുള്ള കരഞ്ഞ സന്ദർഭങ്ങൾ എന്നുള്ള കിതാബ് പണ്ഡിതന്മാർ എഴുതിയപ്പോൾ ഹംസയുടെ ആ ഷഹാദത്തിൻ്റെ സമയത്തുള്ള ആ സംഭവമേ പറയുന്നുണ്ട് അവിടെ, അല്ലേ? ആ സമയത്ത് അല്ലാഹ് പറയാണ്, ആ വിഷമങ്ങളൊക്കെ മറക്കാൻ ഞാൻ അവർക്കൊരു ഉറക്കം നൽകി. ഇനി ബാക്കി കേട്ടോ. യഗ്ഷാ ത്വായിഫതം മിൻകും, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകളെ ആ ഉറക്കം ആവരണം ചെയ്തു. യഗ്ഷാ, കുറച്ച് ആളുകളെ അതാണ് ആവരണം ചെയ്തു. അല്ലാഹ് പറയാണ്, വത്വായിഫതൻ ഖദ് അഹമ്മതുഹും അൻഫുസുഹും, ഒരു വിഭാഗത്തിന് അവരുടെ സ്വന്തം കാര്യങ്ങൾ അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ്. ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത ഒരു വിഭാഗത്തിന് ഉറക്കം കിട്ടി, മറ്റു വിഭാഗത്തിന് ഉറക്കം കിട്ടിയില്ല. ഓലെ ചില കാര്യങ്ങൾ ഓലെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉഹദ് യുദ്ധത്തിനൊക്കെ പോകണമെങ്കിൽ മുനാഫിക്ക് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, എന്തായാലും നമ്മളെക്കാളും ഈമാൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം എന്താ? യുദ്ധത്തിന് പോകുക. ആ യുദ്ധത്തിന് പോയിട്ട് വിശ്വാസികൾ ഒരു പട്ടം വിഭാഗത്തിന് അല്ലാഹ് ഉറക്കം കൊടുത്തപ്പോൾ ഇവരെ അസ്വസ്ഥരാക്കിയത് എന്താണ്? മറ്റു ചില കാര്യങ്ങളാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന, ഒരിക്കലും ദിശയറിയാതെ സഞ്ചരിക്കുന്ന ആളുകൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയില്ലാത്ത ചിന്തകളാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മുനാഫിക്കുകളായ ആളുകൾക്ക് അല്ലാഹ് കൊടുത്തതെന്നാണ്. അവർക്ക് വേറെ കുറേ ചിന്തകളാണ്. അതിൽപ്പെട്ടൊരു ചിന്ത എന്തെന്നറിയോ? യഖൂലൂന, അവർ പറയണത്ര ഒരു ചിന്ത അതാ, ഓലെ അസ്വസ്ഥപ്പെടുത്തിയൊരു ചിന്ത അതാ. എന്താ പറഞ്ഞത്? ഹല്ലനാ മിനൽ അംരി മിൻ ഷൈ, വല്ല നല്ല കാര്യങ്ങളും നമുക്ക് ഈ യുദ്ധത്തിന് വന്നിട്ട് കിട്ടിയോ? നഷ്ടങ്ങളല്ലാതെ. ഉഹദ് ഇന്നും അന്നും കൊടും ചൂടുള്ള സ്ഥല. ഈ ചൂടും പ്രയാസങ്ങളും കൂടെ വന്ന കുറെ ആളുകൾ നഷ്ടപ്പെട്ടു എന്നല്ല, എന്ത് കിട്ടിയടോ? മുനാഫിക്കുകൾ പറയാൻ ഇതാണ് ഓല അസ്വസ്ഥാക്കണം. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, പറഞ്ഞു കൊടുക്കൂ നബിയെ അത്തരം ആളുകളോട്, നിശ്ചയമായും കാര്യങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. യഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പലതും അല്ലാഹ് വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അവരുടെ കൂട്ടത്തിന് മനസ്സിലായി ആരൊക്കെയാണ് കേട് വന്ന ഹൃദയം പേറിയവർ, ആരൊക്കെയാണ് നല്ല ഹൃദയം പേറിയവർ. നടുഹോല് പറയാണ്, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ, വല്ല നല്ല കാര്യം ഇവിടെ സംഭവിക്കുമായിരുന്നെങ്കിൽ നമ്മളിൽപ്പെട്ട പലരും കൊല്ലപ്പെടൂലായിരുന്നു. ഓല വിചാരം എന്താണ്? നഷ്ടാണ് ഈ ദിനം, ഉഹദിന്റെ ദിനം വൻ നഷ്ടം. എന്താണ് ചുരുക്കി പറഞ്ഞാൽ? ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മലാജിഇഹിം. അല്ലാഹ് പറയണടോ, ഇവിടെ ഇങ്ങനെ ഡയലോഗ് അടിക്കണ്ടല്ലോ നിങ്ങൾ, അല്ലേ? കൊല്ലപ്പെട്ട് കുറെ ആൾക്കാർ എന്നല്ലാതെ കൊല്ലപ്പെടാൻ ഇങ്ങോട്ട് വരണ്ടടോ. നിന്റെ വീട്ടിൽ മലാജിഇഹിം, നീ അന്തി ഉറങ്ങുന്ന നിന്റെ വീടുണ്ടല്ലോ, അവിടെ കിടന്നുറങ്ങിയാലും നീ കൊല്ലപ്പെടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം അവിടെ എത്തും. അതിന് യുദ്ധഭൂമിക്ക് വരണമെന്നില്ല. യുദ്ധത്തിന് പോയ അള്ളാഹിനെക്കുറിച്ച് ദുർവിചാരം കൊണ്ട് നടക്കുന്ന മുനാഫിക്കുകളോട് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. തീർന്നില്ല. വലിയബ്തലി അല്ലാഹു മാ ഫീ സുദൂരിക്കും വലിയുമഹിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്നാണ്. അല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അങ്ങനെയാണ് ആയത്തെ അവസാനം. അവിടെ നെഞ്ചകത്തുള്ളത് അല്ലാഹ് അറിയുന്നു. ഓല് പറഞ്ഞെന്താ? ഉഹദിൽ സഹാബികൾ വളരെയേറെ കഷ്ടപ്പെട്ടപ്പോൾ യുദ്ധത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരാജയത്തിൻ്റെ മണങ്ങൾ നൽകിയപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പരാജയം മറക്കാൻ വേണ്ടി അല്ലാഹ് ഉറക്കം നൽകിയും. ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത പ്രഗത്ഭനായ ഒരു സഹാബിയാണ് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്,
ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉഹദിൽ ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് അണികളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു നിദ്രാമയക്കം ബാധിക്കുകയുണ്ടായി എന്നാണ്. ഉഹദിൻ്റെ പരാജയത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഉറക്കം ബാധിച്ചു. അദ്ദേഹം പറയാം, ആ നിദ്രാമയക്കം ബാധിച്ചവരിൽ ഒരാളായിരുന്നു ഞാൻ. അബൂ തൽഹത്തുൽ അൻസാരി വരെ അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എൻ്റെ വാള് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, ഇടയ്ക്ക് ഞാനത് താഴെ നിന്നെടുക്കുന്നു, വീണ്ടും ഉറക്കം എന്നെ ബാധിക്കുന്നു, വീണ്ടും ഞാനത് താഴെ വീഴുമ്പോൾ എടുക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നതാണ്. ഈ ഉറക്കം കൊടുത്തതിനാണ് ഈ ഒന്ന് ഉറങ്ങിയെണീറ്റപ്പോഴേക്ക് ഉഹദിൽ നടന്ന വലിയ പ്രതിസന്ധിയുടെ കനം മനസ്സ് ഇറക്കി കൊടുത്തുന്നതാണ്. ഇത് അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം വെച്ചു കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രതിഫലമായി അള്ളാഹ് കൊടുത്തതാണ്. ജയവും പരാജയവും ഒന്നല്ല, അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നുണ്ടോ ഇല്ല നോക്കാനുള്ള മാനദണ്ഡങ്ങൾ. പിന്നെയോ അള്ളാഹ് പറഞ്ഞോടത്തു കൂടി നീങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. മുനാഫിക്കുകൾ എന്താ പറഞ്ഞത് അല്ലേ? ഉറക്കം പോയി എന്ന് മാത്രമല്ല, എന്താ കിട്ടിയത് അവിടെ വന്നിട്ട്. ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള മോശപ്പെട്ട ചിന്താഗതികളുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹ് പറഞ്ഞില്ലേ, യഗ്ശാ ത്വാഇഫത്തും മിൻകും, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗത്തെ അത് ബാധിച്ചു. നമ്മുടെ നാട്ടിലും ഇല്ലേ കുറേ ആൾക്കാരങ്ങനെ അല്ലേ? എന്താപ്പം അവിടെ പോയിട്ട് കിട്ടിയത്? എന്താണ് നിങ്ങൾ അവിടെ ഒരു പരിപാടി വെച്ചിട്ട് കിട്ടിയത്? എന്താ ഇപ്പോൾ കുറേ അടി കിട്ടി, കുറേ ആൾക്കാർ ഹോസ്പിറ്റലിലായി എന്നല്ലാതെ അങ്ങനെ പറയണോനെ ഏക്കൂട്ടത്തിൽ പെടുത്തണ്ടേ? നിങ്ങൾ പറയും ആയത്തിൻ്റെ തഫ്സീറിൽ നിങ്ങൾ ആലോചിച്ചു, ഇതിങ്ങനെ ഓൽക്ക് മാത്രം ബാധകമൊന്നുമല്ല, അള്ളാഹ് കാരുണ്യവാനാണ്, എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് എപ്പോഴും നല്ല വിചാരങ്ങൾ കൊണ്ടു നടക്കുക. എന്ത് പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൻ്റെ പരപ്പിലുണ്ടായാലും അതിൻ്റെ അപ്പുറത്ത് വിശാലമായ സമ്മാനങ്ങൾ എനിക്ക് എൻ്റെ റബ്ബ് നൽകുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങൾ, എത്ര ആളുകൾ രോഗികളാണ്, എത്ര ആളുകൾ അല്ലേ വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, എത്ര ആളുകൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എന്താ? അള്ളാഹു ഓരോ ആളുകളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? അറബിയിലൊരു ചൊല്ല് തന്നെയുണ്ട്, അൽ ബലായ ഖിലാഫുൽ അതായ എന്നാ പറയാം. അൽ ബലായ ഖിലാഫുൽ അതായ, പരീക്ഷണങ്ങൾ സമ്മാനപ്പൊതികളാണെന്നാണ്. ഒരു പരീക്ഷണമായിട്ട് നിൻ്റെ ജീവിതത്തിൽ വല്ലതും വന്നാൽ അത് നീ പൊട്ടിച്ചു നോക്കിയാൽ അതിൽ നിന്ന് സ്ഫുരിക്കുന്നത് സമ്മാനത്തിൻ്റെ പളങ്കുകളും അതിലുള്ള മുത്തുകളുമാണ് എന്നാണ് കവി പറയുന്നത്. ഇത്തരം രംഗങ്ങളിൽ എത്തി നിൽക്കേണ്ടി വന്നാൽ അത് നൽകിയ റബ്ബിനെക്കുറിച്ചുള്ള നല്ല ധാരണകളെ നമുക്കുണ്ടാകണം അല്ലേ? ഇപ്പം നമ്മൾ വലിയ രോഗിയായിട്ട് കിടക്കുകയാണ്. സ്വഹാബികളിൽപ്പെട്ട ഒരാൾ രോഗിയായിട്ട് കിടന്നത് മാത്രമല്ല, ആ രോഗത്തുനിന്ന് എണീക്കാൻ കഴിയാതെ കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമൊക്കെ കിടക്കുന്ന അതേ സ്ഥലത്താണ്. അദ്ദേഹത്തെ കാണാൻ പോയ സഹാബികൾ കരഞ്ഞുപോയി. കൂടെ ഉണ്ടായിരുന്ന ആരോഗ്യമുള്ള ആളായിരുന്നു. അങ്ങനത്തെ ഒരു കിടപ്പിലായപ്പോൾ ആ സഹാബി മറ്റുള്ളവർക്ക് അറിയണ കണ്ടപ്പോൾ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്, ഇതിലൂടെ എൻ്റെ റബ്ബ് എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അല്ലേ? ഇതായിരിക്കണം ജീവിതത്തെ. ഇങ്ങനെ നമ്മൾ നോക്കിക്കണ്ടാൽ, ഈ ഒരു കോണിലൂടെ നോക്കിക്കണ്ടാൽ, റബ്ബിനെക്കുറിച്ചുള്ള നല്ല വിചാരം എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ കൂടിയ വിശ്വാസി അള്ളാനെ മറക്കല്ല ചെയ്യുക. പിന്നെയോ ദിക്റുകൾ അധികരിക്കും അല്ലേ? അപ്പോൾ ദുആ ഉൽ കർബ് എന്താ? ദുആ ഉൽ കർബ് എന്ന് പറഞ്ഞെന്താ? ഞാൻ ഇന്നലെ കൂടി ആ ഹദീസിൻ്റെ എൻ്റെ വായനക്കിടയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണത്. ദുആ ഉൽ കർബ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും വിഷമങ്ങളും വരുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. 3 വരിയില്ലത്. ആ പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിനെ ഓർക്കാനാ പറയണത്. അത് ചൊല്ലിയിട്ട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ അള്ളാഹിനെ ഓർക്കാനാ പറയണത്. ദിക്ർ കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ദിക്റെടുത്ത് റബ്ബിനെ ഓർക്കാനാ പറയണത്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെക്കുറിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം വെച്ച് പുറത്തുന്നവർ 3 രംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 രംഗങ്ങളിൽ പ്രത്യേകിച്ചത് വേണം. ഒന്ന് തൗബയുടെ സമയത്താണ്. രണ്ടാമത്തത് റബ്ബിനോട് നമ്മൾ നടത്തുന്ന ദുആ വേളകളിൽ. മൂന്നാമത്തത് നമ്മുടെ മരണസമയത്ത് നിന്നാണ്. ഈ 3 സമയത്തിൽ വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ റബ്ബിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ വേണം. തൗബ ചെയ്യുമ്പോൾ റബ്ബിനെക്കുറിച്ചുള്ള നല്ല ചിന്ത എന്താ? അത് ഉണ്ടായാലേ തൗബ സ്വീകരിക്കുള്ളൂ. എന്താണ് ആ ചിന്ത? ഞാൻ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അതിൻ്റെ ഉത്തുംഗതിയിൽ ഞാൻ ഒരു പക്ഷേ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, ചിന്തിച്ചാൽ, കേട്ടാൽ അറക്കുന്ന വെറുക്കുന്ന തിന്മകൾ എന്നിലുണ്ടെങ്കിലും, എന്ത് തിന്മകൾ ഞാൻ ചെയ്താലും എൻ്റെ റബ്ബ് എനിക്കത് പുറത്തു തരാൻ സന്നദ്ധനാണ് എന്നുള്ള സദ്വിചാരം.
ഈ വിചാരത്തോടു കൂടി റബ്ബിനോട് തേടിയാലാണ് റബ്ബ് തൗബ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലേ? 100 ആളെ കൊന്നൊരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുത്തെന്താ? റബ്ബിനെക്കുറിച്ചുള്ള നല്ല വിചാരമാണ്. സഹോദരങ്ങൾ, ഈ കൂട്ടത്തിൽ കുറേ ആളുകൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ? ഉണ്ട്. ഇന്ന് അതിനേക്കാളും കൂടെ അസ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം എന്നറിയുന്നത്? മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിന്ന. ആ ഉസൂലുകളൊക്കെ മനസ്സിലാക്കിക്കൂടി. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളല്ലാതെ ഒന്നും സമ്മാനിക്കില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഞാനൊരു പണി തരുമെന്നല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ ഒരു കടലാസും പേനെടുത്ത് ഇങ്ങനെ എഴുതുക, എന്നിലുള്ള ഇപ്പോൾ ഞാൻ ഇറക്കുന്ന എൻ്റെ സാമ്പത്തിക മേഖല, എൻ്റെ സ്വകാര്യ മേഖല, എൻ്റെ കണ്ണ്, എൻ്റെ ദീനിനോടുള്ള എൻ്റെ നിലപാടുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സ് കോടി വരുന്ന പലതും കൂടെ എഴുതിയൊക്കെ ആണെങ്കിൽ എന്നിട്ട് 2-3 വട്ടം ഇങ്ങനെ വായിച്ചു നോക്കുക. നമ്മൾ തന്നെ മടങ്ങും. നമ്മൾ പലതിനും ഒരു കെയർലെസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തിന്മകളിൽ നിന്ന് മടങ്ങാൻ കഴിയാത്തത്. അതാണ് ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞാൽ. ഒരു യഥാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് വിചാരണ ചെയ്യണം. ഇന്നാണ് മരിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത. 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിയും. നമ്മുടെ അവസാനത്തെ ഡ്രസ്സാണത്. ഒരവസാനത്തെ കുളിയുണ്ട്, അത് നമ്മളല്ല കുളിക്കുക, നമ്മളല്ല അവസാനത്തെ ഡ്രസ്സ് ഇടുക. ഒരവസാനത്തെ വാഹനമുണ്ട്, 6 കാലുള്ള മയ്യത്ത് കട്ടിലാണത്, അല്ലേ? അത് നമ്മളല്ല ഡ്രൈവ് ചെയ്യുക. അവസാനത്തെ ഒരു വീടുണ്ട്, അതിൽ AC-യോ ലൈറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല, ചിരിച്ചു കിടത്താൻ മാത്രം വീതിയില്ലാത്ത 6 അടി മണ്ണാണ്. പ്രതീക്ഷകളും പ്ലാനിങ്ങുകളൊക്കെ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും. അതൊക്കെ അസ്തമിച്ചു പോകുന്നൊരു സമയം. അതൊക്കെ ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന് റബ്ബിനെക്കുറിച്ചുള്ള നല്ല വിചാരത്തോടെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹ് പറഞ്ഞില്ലേ, എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, പറ്റിപ്പോയതിൽ ഖേദം വേണം. 2 ആ തിന്മ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. 3, തുടർന്നുള്ള ജീവിതം നന്മ കൊണ്ട് സമ്പന്നമാക്കണം. ഈ നീയത്തോടെ നീ കൈ ഉയർത്തിയോ റബ്ബ് നിന്നെ സ്വർഗാവകാശ ലിസ്റ്റിൽ ചേർക്കും. അതല്ല കുറച്ച് കഴിയട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, ഒരുപക്ഷെ ഇന്ന് ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എതിരെ വരുന്ന ഡ്രൈവർ ഒന്ന് അശ്രദ്ധനായാൽ തീരാവുന്നതേ നമ്മുടെ ജീവിതമുള്ളൂ. അല്ലേ? കണ്ടില്ലേ, പുതിയ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം. കേരളത്തിലെ മേൽപ്പാലം പണി നടന്നുകൊണ്ടിരിക്കെ ആ പാലത്തിൻ്റെ അടിയിൽ ഒരു വിദൂരമായി യാത്ര ചെയ്തു പോകുന്നൊരു ലോഡ് ഡ്രൈവർ, അദ്ദേഹം അതിൻ്റെ താഴെ നിൽക്കുമ്പോഴാണ് ആ പാലം അദ്ദേഹത്തിൻ്റെ തലയിലൂടെ ഇടിഞ്ഞു വീണത്. ആ സമയത്തുള്ള അവിടെ എത്തിച്ചതാണ് അദ്ദേഹത്തെ. നമ്മളിങ്ങനെ നടക്കുന്ന, നമ്മളിങ്ങനെ പെരുമാറുന്ന, നമ്മളിങ്ങനെ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും മരണം പതിയിരിക്കുന്നുണ്ട്. അല്ലേ? ഐനമാ കുൻതും യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും അത് നിങ്ങളെ തേടിയെത്തും. ദുആ ചെയ്യുമ്പോൾ റബ്ബ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താ? ഈ ദുആ ഞാൻ എൻ്റെ റബ്ബിനോട് തേടിയാൽ എൻ്റെ റബ്ബ് എനിക്ക് തരുമെന്ന് 100-ൽ 110 ഉറപ്പിക്കണം. അത് റജാ എന്ന് പറയാം. ആ ഒരു നല്ല പ്രതീക്ഷ റബ്ബിൽ നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ മരണസമയത്തും നല്ല വിചാരത്തോടെ ആയിരിക്കണം റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടത് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഒരാളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ ഖുത്ബയുടെ ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മഹാനായ യസീദ് അൽ അസ്വദ് അൽ ജുറശി റഹിമഹുല്ലാ, അദ്ദേഹം താബിഈയാണ്. നബിയുടെ കാലത്തൊക്കെ ജീവിച്ച ആളാണ്. അള്ളാഹിൻ്റെ റസൂല് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷെ അതേ സഹാബിയായില്ല. സഹാബിയാകണമെങ്കിൽ 2 കാര്യങ്ങൾ ഒത്തുവരണം. 1, നബിയെ കാണണം. 2, മുസ്ലിമായി നബിയെ കാണണം. ഇദ്ദേഹം നബിയെ കണ്ടിട്ടുണ്ട്, മുസ്ലിമായിട്ടില്ല. നബിയുടെ കാലത്ത് അദ്ദേഹത്തിന് അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചത് നബിയുടെ കാലശേഷമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വന്ന് യസീദ് അൽ അസ്വദ് അൽ ജുറശി ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആരാകുമായിരുന്നു? സഹാബിയാകുമായിരുന്നു. പക്ഷെ അള്ളാഹു ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം, ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം ഒരു വലിയ നന്മമരമായിരുന്നു എന്നാണ്. ഒരു വലിയ നന്മമരം, അള്ളാഹുവിൽ ഭക്തിയോടെ, ഭയത്തോടെ, പ്രതീക്ഷയോടെ, നല്ല വിചാരത്തോടെ ജീവിതം നയിച്ച മഹാനായ വ്യക്തിത്വമാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ്, ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഷാമിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന നാളിൽ മുസ്ലിമായപ്പോൾ ഷാം ദിമഷ്ക് എന്ന് പറയുന്ന നാട്ടിൽ കൊടിയ വരൾച്ച വന്നതാണ്. കൊടിയ വരൾച്ച. അന്ന് ഷാമിലെ ഗവർണർ മുആവിയയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി മിമ്പറിൽ കയറിയിട്ട് മഹാനായ മുആവിയ
മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനിടക്ക് അദ്ദേഹം പ്രത്യേകമായി അടിവരയിട്ട് ചോദിച്ചത് ഐന യസീദുൽ അസ്വദുൽ ഖുറശി എന്നാ ചോദിച്ചത്. യസീദുൽ അസ്വദുൽ ഖുറശി എവിടെ? ആരാ ചോദിക്കണത്? നബിയെ കണ്ട സഹാബി മുആവിയ. ഈ യസീദുൽ അസ്വദുൽ ഖുറശി ആരല്ല? സഹാബിയല്ല, നേരത്തെ പറഞ്ഞു. എന്നാൽ മുആവിയ ആരാ? സഹാബിയാണ്. അദ്ദേഹം ആരെ അന്വേഷിക്കണത്? ഈ താബിഈയാണ്. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് എണീറ്റ് വന്നു. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇമാമ നിൽക്കണം. മഴയ്ക്ക് വേണ്ടി ഇമാമ നിൽക്കാൻ അർഹൻ നിങ്ങളാണ്. അത്രത്തോളം ഈമാനിന്റെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞു. ഒരിക്കൽ ചരിത്രം വായിക്കുമ്പോൾ കാണാം, അദ്ദേഹം രോഗാവസ്ഥയിലെത്തി. ജീവിതത്തിന്റെ യാത്രക്കിടയിൽ അദ്ദേഹം രോഗിയായി. ആ രോഗത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം എണീറ്റിട്ടില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. മഹാനായ വാസില ഇബ്നുൽ അസ്ഖർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം ഈ പറയപ്പെട്ട നമ്മുടെ കഥാപാത്രം രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. ആരെ? വാസില എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നപ്പോൾ എണീക്കാൻ കഴിയാതെ കിടക്കുന്ന യസീദുൽ അസ്വദുൽ ഖുറശി എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം വാസിലയുടെ കൈ തൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്തൊരു വലിയ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫയിൽ കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയല്ലോ, എനിക്കതിന് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. എന്നാൽ അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു, നബിയുടെ കൈകളിൽ നിങ്ങളുടെ കൈകൾ വെച്ച് ബൈഅത്ത് ചെയ്ത കൈയല്ലേ വാസില എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം പറയുകയാണ്, വാസില ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, എന്താണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖൈർ, നല്ല വിചാരം മാത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സദ്വിചാരത്തോടൊരു വിശ്വാസി മരണത്തിൻ്റെ മുഖത്ത് മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഓരിമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് നല്ല മനസ്സോടെ ആയിരിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഹൃദയത്തോടെ ആയിരിക്കണം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം കൂട്ടരെ. നമുക്കറിയാം, എവിടെ നോക്കിയാലും അസമാധാനങ്ങളാണ്, കൊള്ളയാണ്, കൊലയാണ്, വർഗീയതകളാണ്, കലാപങ്ങളാണ്, ആത്മഹത്യകളാണ്, അല്ലേ? കണ്ടാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമൂഹമാണ്. എവിടെയാണ് നമുക്ക് സമാധാനം? ഈ ലോകത്ത് സമാധാനം നമുക്ക് റബ്ബിൽ മാത്രമാണ്. അതുകൊണ്ട് ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമുക്ക് ഓടിയെടുക്കാം. ഈ റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ഇന്നത്തെ ഉമ്മത്തിൽ നഷ്ടപ്പെട്ടു പോയി. ശവകുടീരങ്ങൾക്ക് മുന്നിൽ, ദർഗകൾക്ക് മുന്നിൽ, ജാറങ്ങൾക്ക് മുന്നിൽ കുമ്പിടുന്ന ഗദ്ഗത കണ്ഠരായി കരയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെടുന്ന ദുരവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? ഈ റബ്ബിനെ കുറിച്ചുള്ള ഹുസ്നുള്ളാഹി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് നമ്മളിൽ അത് നിലനിൽക്കുന്നു. കുറച്ചാണെങ്കിലും അതിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടി ജീവിക്കാൻ, അവനിലേക്ക് കൂടുതലെടുക്കാൻ, അങ്ങനെ തന്നെ നല്ല സദ്വിചാരത്തോടെ റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപക്കറകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള മഹത് സദസ്സുകളിൽ പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. വിശേഷ നമ്മുടെ AVC സഹോദരൻ്റെ പേരക്കുട്ടി ഇന്നലെ മരണപ്പെടുകയുണ്ടായി. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറിയ കുട്ടികളുടെ മരണം നേരെ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്. ആ കുട്ടികൾ നാളെ സ്വർഗത്തിൻ്റെ വാതായനങ്ങളിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ പുക്കൾ കൂടി പിടിച്ച്, കൊന്തലക്കെട്ട് പിടിച്ച് ആ കുട്ടി അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുതൽക്കൂട്ടായി ആ കുട്ടിയെ അള്ളാഹു മാറ്റുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ രോഗികൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ശരീരത്തിലെ ക്യാൻസറിൻ്റെ രോഗാണുക്കളെ നശിപ്പിക്കുമാറാകട്ടെ. അത്തരത്തിൽ വലിയ പരീക്ഷണങ്ങളിൽ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക കെടുതിയിൽപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട കുറേ സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും ജോലിയിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ പലരുമുണ്ട്. അതുപോലെ തന്നെ ഉസ്താദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്. പല ആളുകളും ഇന്ന് ആറടി മണ്ണിൽ അമർന്നു കഴിഞ്ഞവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
അവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്ത് നരകത്തിലേക്കും അല്ലാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് കിതാബ് വാങ്ങി സിറാത്ത് കടന്ന് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാവിജയികളിൽ, ഭാഗ്യവാന്മാരിൽ, സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൗഹീദിൻ്റെ പേരിൽ, സുന്നത്തിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ ആ വർണ്ണ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ബന്ധത്തെ അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തുന്ന ബന്ധമാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ ധാരാളം മാസങ്ങളായി നമ്മുടെ ക്യാമറയും മീഡിയയും ഒക്കെ കൈകാര്യം ചെയ്യും നമ്മുടെ മുഷറഫ് എന്ന് പറയുന്ന സഹോദരൻ ജോലി ആവശ്യാർത്ഥം മറ്റന്നാൾ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരൻ്റെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജോലിയിലും സമ്പത്തിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലും പ്രവാസികളായ ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.